Sare sa ni sa sa ga re ni sa sa re sa ni sa sa ga. എന്ത് മഴയാണ് പുറത്തോ. ഇതിപ്പോ കാലില്ലാത്ത കാലത്ത് ഒരു മഴയും അസുഖം വരാൻ ഒടുക്കും പോണ്ട. ഈ ആദ്യം തീരെ എണീറ്റില്ലേ? അവ്യ എണീറ്റിട്ടില്ലല്ലോ. ഈ രണ്ട് പെണ്ണുങ്ങൾ ഇന്ന് ഞാന് എത്ര നേരത്തെ എണീക്കണമെന്ന് പറഞ്ഞാൽ ഈ രണ്ട് പെൺകുട്ടികളും എണീക്കൂല. പിന്നെ അവിടെ ഇങ്ങനെ കെടുക്കും. ഒരു ദിവസം രണ്ടാൾക്കും ക്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കെടുന്നോളും. അവ ആദ്യം രണ്ടെണ്ണത്തിന് നിന്റെ കയ്യിൽ നിന്ന് കൊട്ടും. പഠിച്ചോനെ, ഇതിപ്പോ എന്തെങ്ങനെ ഒരു സ്വപ്നം? കുറച്ചു കാലായിട്ട് ഇതേ സ്വപ്നം എന്റെ ഉറക്കം കൊടുത്തുണ്ടല്ലോ. എന്താ റബ്ബേ ഇതിന്റെ കറുത്തോ? ഹവാ ഹവാ, ആദി ആദി, എണീറ്റാ? ഇന്ന് അനക്കും ക്ലാസ് ഇല്ല, അവക്കും ക്ലാസ് ഇല്ല. അപ്പൊ രണ്ടാൾക്കും നേരം വെളുക്കോളം സുഖത്തിലുള്ള ഉറക്കം തന്നെ അല്ലേ? എവിടെ അവ എണീറ്റില്ലേ? എണീറ്റ് അവള് ബാത്റൂമിലുണ്ട്. അപ്പൊ ഇന്ന് രണ്ടാൾക്ക് ഈ ഉറക്കം കാരണേ നിസ്കാരമില്ല, നിലവാരം ഇല്ല. കളായില്ലേ രണ്ടാൾക്കും? എത്ര നേരമായി നിങ്ങളെ വിചാരം? അല്ലെങ്കിൽ ഇത് തൊള്ളയില് വെള്ളം വറ്റണം. ആ സുബിന്റെ നേരത്തെ നിങ്ങളെ വിളിക്കാന്. ഇന്നലെ രണ്ടാളോ കട്ടുമെന്ന് ഇങ്ങോട്ട് നീക്കുള്ളൂ. ഒന്നല്ലെങ്കിൽ ആദ്യം അവനെക്കാട്ടി പോത്ത് പോലെ വളർന്നീല ഈ. അനക്കൊരു ബോധം വേണം, അനക്കും ഇല്ല. ഇക്ക് പീരിയഡ്സ് ആണുമ്മ, അതല്ലമ്മ ഞാൻ അങ്ങനെ കിടന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീക്കൂല. അവനെ പോലെ ഒന്നല്ലല്ലോ ഇമ്മ. ഇക്കും പീരിയഡ്സ് ആണുമ്മ. അല്ല അവ മോളെ, ഇമ്മാന്റെ കുട്ടിക്കേ മാസത്തില് 2 പീരിയഡ്സ് ഉണ്ടാ? അല്ല അറിയാൻ പാടി ഞാൻ ചോദിക്കാണ്. ഇപ്പഴല്ലേ കുളിച്ചത്? അതിന്റെ അടുത്ത് പിന്നെ എനിക്ക് പീരിയഡ്സ് ആയാ? രണ്ടാളും ചെറി. രണ്ടാളും നേരെ അടുക്കള വരാൻ നോക്കി. ആദ്യേ അടുക്കളയ്ക്കൊന്ന് വായോ, കന്നോടൊരു കാര്യം പറയാണ്ട്. മേ വായോ. എടി ഒവ്വ, എനിക്ക് പീരിയഡ്സ് ആവണം. അന്ന് എന്നും പീരിയഡ്സ് തന്നെ. ആള് തിരക്കടില്ലല്ല. അത് പിന്നെ നിസ്കരിച്ചില്ലെന്ന് ചോദിച്ചപ്പോഴേ എന്റെ തൊള്ളയിൽ മേ വന്നതേ പീരിയഡ്സ് എന്നാണ്. അതങ്ങോട്ട് പറഞ്ഞതാണ്. അല്ലാന്നുണ്ടെങ്കിലേ ഇമ്മാന്റെ കയ്യിൽ നിന്നേ ഇക്ക് കണക്കിന് കിട്ടും. ഇക്ക ഇമ്മമാന്റെ കയ്യത്ത അടിയൊന്നും വാങ്ങാന്. എല്ലെങ്കിലും മനുഷ്യന് അടി കിട്ടി കിട്ടി തായപ്പോ ഇക്കണ് എപ്പോഴും ചട്ടുകം കൊണ്ട് അടിച്ചിട്ടാണ് ഉമ്മ. ഇത്താക്ക് ഒരു അടി കിട്ടലില്ല. കൂർക്കം വലിച്ചാണ്ടേ ഉറങ്ങേണ്ട ആവശ്യമില്ല. നേരത്തെ നീച്ച് നിസ്കരിച്ചൂടെ? ഇങ്ങോട്ട് മാറിക്ക്, ഞാൻ ബാത്റൂമിൽ പോട്ടെ. ഓ മാറടി പെണ്ണങ്ങണ്ട്. അവള് ബാത്റൂമിന് തടസ്സം വെച്ച് നിക്ക. നടക്ക്. മാറുകയാണ്. ബാത്റൂമിക്കല്ലേ, വേറെ എടുക്കല്ലല്ലോ പോണത്.
വല്യമ്മ എണീറ്റില്ലമ്മ. അല്ലമ്മ, നമ്മളെ മൂത്താപ്പേ ഇങ്ങോട്ട് ഇന്നലെ മിഞ്ഞാന്നൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. ഇന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ അതിരാവിലെ ഇങ്ങോട്ട് വരുന്നതല്ലേ. ഇതിപ്പോ എന്താ പറ്റി? മൂത്താപ്പേ ഓഫീസായിട്ട് ചെറിയൊരു തിരക്കിലാണ്. തിരക്കോ? അതെന്തമ്മ ഇത്രയും വലിയ തിരക്ക്? ഇമ്മ ഷാദിൽക്കാന്റെ കല്യാണം വല്ലതും ഉറപ്പിച്ച? എടി, നമ്മള് ഷാദിലിനെ അതിന് മാത്രമുള്ള പ്രായമായ കല്യാണമൊക്കെ കഴിക്കാനുള്ള ഇത് അതൊന്നല്ല. മൂത്താപ്പേ ചെറിയൊരു അന്വേഷണത്തിലാണ്. അന്വേഷണോ? അതെന്തമ്മ? അതാദ്യ മൂത്താപ്പണ്ടല്ലോ, എനിക്ക് നല്ലൊരു കല്യാണാലോചന കൊടുന്നിക്കണ്. മൂത്താപ്പ ആരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. നല്ലൊരു കൂട്ടക്കാരാണാല. ആദ്യ ഉമ്മാന്റെ കുട്ടിയെ എന്താ ആലോചിക്കണെന്നുള്ളതേ ഇമ്മാക്ക് നല്ലോണം അറിയാം. അവരെ അന്റെ എല്ലാ കാര്യങ്ങളെ അറിഞ്ഞു വന്ന കൂട്ടക്കാരാണ്. മൂത്താപ്പാനോട് വന്ന് നേരിട്ട് ചോദിച്ചതാണാലോ. മോളാദ്യ ഇമ്മാന്റെ കുട്ടിന്റെ തീരുമാനമാണ് ഉമ്മാക്ക് അറിയേണ്ടത്. നോക്ക്, നമ്മളെ അവക്ക് കല്യാണപ്രായമായി തുടങ്ങി. ഈ ഇങ്ങനെ ഇവിടെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലേ നമ്മളെ അവക്ക് നല്ലൊരു കല്യാണാലോചന വരുമോ? വരൂല. വരുന്നവരൊക്കെ എന്താ പറയാന്നുള്ളത് എനിക്കറിയാലോ. മൂത്ത പെണ്ണ് പെരയില് പൊര നിറഞ്ഞു നിൽക്കുകയാണെന്നൊക്കെ പറയും. പിന്നെ വർത്താനങ്ങൾ പലത് വേറെ ഉണ്ടാവും. ഇന്ന് രാവിലെ മൂത്താപ്പ വിളിച്ചീന്നേ അന്റെ അഭിപ്രായേ എന്താന്നുള്ളതേ ചോദിച്ചിട്ട് മൂത്താപ്പാനോട് പറയാൻ പറഞ്ഞിട്ട്. ഞാൻ എന്ത് തീരുമാനം പറയാനാണ് ഉമ്മ? അല്ലെങ്കിലും പണ്ട് മുതൽ തന്നെ നിങ്ങളും മൂത്താപ്പയും പറയണേ ഒരു കാര്യത്തിന് ഈ ആദ്യ എതിര് നിന്നിട്ടില്ലല്ലോ. നിങ്ങളെല്ലാരും തീരുമാനിക്കണ പോലെ തന്നെ എല്ലാത്തിനും ഞാൻ നിങ്ങൾക്ക് കൂട്ടു നിന്നിട്ട് തന്നെ അല്ലേ ഉള്ളൂ. ഒന്നിനും ഞാൻ എതിര് നിന്നിട്ടില്ലല്ലോ. എന്റെ ആദ്യത്തെ വിവാഹം അങ്ങനെ തന്നെ ഇനിയില്ലേ. നിങ്ങളെല്ലാരും തീരുമാനിച്ച് ഞാൻ അതിന്റെ തല കുനിക്ക് സമ്മതിച്ച് ഒന്നിനും ഞാൻ എതിര് പറഞ്ഞിട്ടില്ലല്ലോ. നല്ലതും നിങ്ങളെ തീരുമാനം തന്നെ ആയിരുന്നില്ലേ. ഇമ്മയും മൂത്താപ്പി എല്ലാരും കൂടി നടത്തിയ കല്യാണം തന്നെ ആയിരുന്നില്ല അത്. എന്നിട്ട് എന്താ അവസാനം സംഭവിച്ചത്? ആ ജീവിതം കൊണ്ട് ഇല്ലാതായി. പിന്നെ എല്ലാരും കൂടി എന്താ പറഞ്ഞത്? അത് ആദിന്റെ വിധിയാണ് എന്നുള്ളത്. എല്ലാതും ആദിന്റെ വിധിയാണ്. ഈ പ്രായത്തിലെ എന്റെ ജീവിതത്തിൽ നടന്നതൊക്കെ എല്ലാരും കൂടി പറഞ്ഞൊരു പേരാണ്. ആദിക്ക് അത്രേ വിധിച്ചിട്ടുള്ളൂ അത് ആദിന്റെ വിധിയാണ് എന്നുള്ളത്. അതേപോലെ തന്നെ ഇപ്പൊ മൂത്താപ്പിമ്മയും കൂടി വേറൊരു വിവാഹാലോചന കൊടുന്നിക്കണം. ഈ ഭൂമിയിൽ പെണ്ണിന് വിവാഹം കഴിക്കാതെ ജീവിക്കാൻ പാടില്ല അല്ലമ്മ. എന്താ ഈ പറയണത്? അവ ഉമ്മാന്റെ കുട്ടിയൊന്നും പറയണ്ട. ഇത്താക്ക് പറയാനുള്ളതൊക്കെ പറയട്ടെ. ഇമ്മാക്ക് മൂത്താപ്പാക്കെ അവരിഷ്ടയിച്ചാലേ വരാൻ പറഞ്ഞോളി. ഇനിയിപ്പൊ ഞാനായിട്ട് ഒന്നിനെതിരെ നിക്കണില്ല. ഇത്രയും കാലായിട്ട് ആദ്യം ഒന്നിനെതിരെ നിന്നിട്ടില്ല. ആദ്യം ഇമ്മാന്റെ മൂത്താപ്പാന്റെ വാക്ക് കേട്ടിട്ടേ ജീവിച്ചിട്ടുള്ളൂ. ഈ ആദ്യകാരനെ ഞാൻ ആർക്കൊരു ബുദ്ധിമുട്ട് വരണ്ട. ഇമ്മ മൂത്താപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞാളി അവരോട് വരാന്. എന്റെ കുട്ടിക്ക് നല്ലതേ വരുള്ളൂ. എന്റെ കുട്ടിക്ക് നഷ്ടപ്പെട്ട സന്തോഷമൊക്കെ ഉണ്ടല്ലോ തിരിച്ചു കിട്ടാൻ പോവുകയാണ്. സങ്കടമായി തോന്നുന്നു. അതൊക്കെ വിഷമാവാതിരിക്കോ? ഒക്കെ ശരിയാവും. ഓളെ വിഷമവും എല്ലാതും മാറും. പിന്നെ ഇത്താനെ നമ്മള് എത്ര വെച്ചിട്ടാണ് പഴയ കാര്യത്തിന്റെ പേര് പറഞ്ഞാണ്ട് എവിടെ പിടിച്ചു നിർത്തല്. ഇത്താക്ക് ഇത്താന്റെ ജീവിതം അതുപോലെ ആവുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയൊന്നും ആവൂല. മൂത്താവ് പറഞ്ഞു കേട്ടെടുത്തോളേ നല്ല കൂട്ടക്കാരാണ്. ചിലപ്പോ നമ്മൾ ഇത്താന്റെ ഭാഗ്യായിരിക്കും. ഈ ആദ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? ഇനിയൊരു വിവാഹം
ഒരു വിവാഹം കഴിച്ചതോടെ തന്നെ ഈ ആദ്യം അനുഭവിക്കാത്തതൊന്നുമില്ല. ഇഞ്ഞു വീണ്ടും പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഇന്നെ അലട്ടിക്കൊണ്ടിരിക്കണ സ്വപ്നം. എന്താ റബ്ബേ ഇതിനൊക്കെ അർത്ഥം? എന്തൊക്കെ റബ്ബേ ഈ ആദ്യന്റെ ജീവിതത്തിൽ ഇനി നടക്കണത്? ഇനി എന്തൊക്കെ ഈ ആദ്യം അനുഭവിക്കാൻ കിടക്കണത്? മോളെ ആദ്യേ എന്താ വല്യമാനെ കുട്ടി ഒരു വിഷമം പോലെ കട്ടുമ്പോ ഇങ്ങനെ ഇരിക്കണത്? വല്യമ്മ കമ്പ്യൂട്ടർ ക്ലാസ് ഇല്ലാത്ത അന്നേ എന്തെല്ലാം പണി ഉണ്ടാവും എനിക്ക് ഇതിന്റെ ഉള്ളില്. അൽമാറ നേരാക്കലും അങ്ങനെ നേരാക്കലും പെരന്റെ 4 പുറം നേരാക്കലും മാറാല തട്ടലൊക്കെ ആയിട്ട് ഇന്നെന്തേ ഇന്റെ ആദ്യക്കുട്ടിക്ക് അതിനൊന്നും വയ്യേ? വല്യമ്മ എല്ലാരും കൂടി ഇങ്ങനെ കെട്ടിക്കാൻ പോവുകയാണ്. ഞാൻ എന്താ ചെയ്യ വല്യമ്മഞ്ഞി? ഇന്റെ കുട്ടിയെ സമ്മതിച്ചാളതിന് നല്ല കൂട്ടക്കാരാണാല. പിന്നുണ്ടല്ലോ മോളെ പറ്റിക്കാണ്ടേ എല്ലാരും ചെയ്യാലോ. ഒന്നും വേണ്ട വല്യമ്മ, ഈ ആദ്യക്ക് പേടിയാണ്. ഒരു കല്യാണം കഴിച്ചതിന്റെ പേരിൽ തന്നെ ഈ ആദ്യം അനുഭവിക്കാത്തതൊന്നുമില്ല എന്നുള്ളത് വല്യമ്മക്ക് അറിയണത് തന്നെയല്ലേ. ഈ കല്യാണം അതുപോലെ ആയാലോ വല്യമ്മ? ഇന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ആളെന്നെ ആയാലോ ഇഞ്ഞു ഞാൻ അനുഭവിക്കണം. ഇപ്പൊ കല്യാണം കേൾക്കുമ്പോ പേടിയാണ്. പിന്നെ അതല്ലേ വല്യമ്മ എനിക്കൊരു തോന്നല് ഇപ്പൊ വീണ്ടും നിന്റെ അടുത്തേക്ക് തന്നെ വരുന്നുള്ളത്. ഈ കലമ്മാന്റെ നിർബന്ധത്താലല്ലേ അന്നിന്നെ മൊഴി ചൊല്ലിയത്. ഇപ്പൊ എന്തൊക്കെ മനസ്സൊരു തോന്നല് ഇക്ക വീണ്ടും നിന്റെ അടുത്തേക്ക് തന്നെ വരുന്നുള്ളത്, പിന്നെ വീണ്ടും ഇവിടുന്ന് കൊണ്ടുപോകുന്നുള്ളത്. അങ്ങനെയൊക്കെ ഒരു തോന്നല് വല്യമ്മ. കുറച്ച് ദിവസമായിട്ട് എന്റെ മനസ്സിലെ അങ്ങനെ കുറെ തോന്നല്. അതിൻ്റെ ഇടക്ക് വിവാഹം. ഈ കഥയിലെ വല്യമ്മ എന്താ ഞാൻ ചെയ്യേണ്ടത്? എന്തൊക്കെ വല്യമ്മ ഈ ആദ്യന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? ആദ്യം എന്തൊക്കെ അനുഭവിക്കണം വല്യമ്മ? ഇത്ത ഇത്ത ഇതൊന്ന് നോക്കി, ഫർഷി വിട്ടെന്നതാ. നോക്കി വല്യമ്മ. നോക്കട്ടെ വല്യമ്മ. അവ ശരിക്കുള്ളതാണോ? പിന്നല്ലാതെ ഇത്താനെ വേണ്ടാന്ന് പറഞ്ഞാണ്ട് മൊയ് ചൊല്ലിയില്ലേ ആ ആശിക്കുന്ന ചങ്ങായി, അയാൾ തന്നെയാണ് ആ നിക്കണത്. കൂടെ ആരാന്നറിയാം? അയാളെ ഭാര്യയാണ് വല്യമ്മ. പിന്നുണ്ടല്ലോ വല്യമ്മ, അയാളെ കല്യാണേന് ഫർഷിന്റെ അയൽവാസിനെയാണ് കല്യാണം കഴിച്ചിരിക്കണത്. എത്ര പെട്ടെന്നാണ് അയാൾക്ക് എല്ലാ കാര്യങ്ങളും മറന്നിട്ടേ വീണ്ടും ഒരു കല്യാണം കഴിക്കാൻ തോന്നിയത്. ചതിയനാണ് അയാള്. നമ്മളൊക്കെ എന്താ കരുതിയത്? അയാൾക്ക് ഇപ്പോഴും മനസ്സിൽ തന്നോട് ഒന്നല്ലെങ്കിലേ 2 മാസം കൂടി നല്ലപോലെ തഴഞ്ഞിട്ടില്ല. അതിന്റെ ഇടക്കാണ് അയാൾ ഇങ്ങനത്തെ ഒരു പണി ചെയ്തിരിക്കണത്. എന്നാലോ ഞമ്മളെത്താ അയാള് കിനാവ് കണ്ട് ഇങ്ങനെ നിക്കാണ്. ഇത്താനോട് പിന്നെ എത്ര പറഞ്ഞാലും മനസ്സിലാവൂല. ഇപ്പോഴും അയാൾ ഈ സത്യം കണ്ട് നടക്കുകയാണല്ല. ഇന്നല്ലെങ്കിൽ നാളെ ഈ മൊഴി ചൊല്ലി ഭർത്താവേ തിരിച്ചു കൊടുക്കാൻ വരുന്നനങ്ങാണ്ട് ഒരു പെണ്ണും കാത്തിരിക്കുണ്ടാവില്ല. അത് നമ്മളെ ഈ പെരയിലെ നമ്മളെ ഇത്ത മാത്രമേ ഇരിക്കുണ്ടാവുള്ളൂ. വല്യമ്മ ഇത്താനോടുണ്ടല്ലോ മൂത്താപ്പ കൊടുന്നേ ആ കല്യാണത്തിന് സമ്മതിക്കാൻ പറഞ്ഞു. മറ്റുള്ളവര് വരാത്ത ആൾക്കാർ ഇങ്ങനെ ആലോചിച്ചേ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും വല്യമ്മ. ആ ഫോൺ കൊണ്ട് കാട്ടാ ആദ്യം. ഞാൻ അതും ആലോചിച്ചുകൊണ്ട് നോക്കിയാണ്ട് ഇന്ന് കണ്ണീര് വാർക്കും. ഇനിയുണ്ടല്ല വല്യമ്മാന്റെ കുട്ടിക്ക് തീരുമാനിക്കാം എന്തും. എന്റെ കുട്ടിയെ ഒന്ന് മനസ്സിലാക്കണം. ഒരു പെണ്ണുണ്ടല്ലോ മൊയ് ചൊല്ലിയ ഭർത്താവിനെ തിരിച്ചു വരും നനങ്ങാണ്ട് കാത്തിരിക്കൂല. എന്റെ കുട്ടിനോടെ ഓനക്ക് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കില് ഇമ്മാന്റെ വാക്ക് കേട്ടുകാണ്ട് അന്നെ മൊയ് ചൊല്ലാനും നിക്കൂലായിന്ന്. എന്റെ കുട്ടി ഉണ്ടല്ലോ നല്ലോണം ഇരുത്തി ചിന്തിച്ചിട്ട് ഒരു തീരുമാനം എടുക്ക്.
ഒരു വിവാഹ ജീവിതം അങ്ങനെ ആയിക്കണെന്ന് വിചാരിച്ചാണ്ടേ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. മനസ്സിലായില്ലേ? എന്റെ കുട്ടി നല്ലോണം ഒന്ന് ചിന്തിക്ക. എന്നിട്ടേ മൂത്താപ്പാനോട് വിളിച്ചിട്ട് തീരുമാനം പറഞ്ഞാളാ. നീ ഇങ്ങനെ കരഞ്ഞിരിക്കാൻ നിക്കണ്ടോ. അതും ആലോചിച്ചിട്ട് അന്നെ വേണ്ടാത്തവനാണ്, അതല്ലേ അന്നെ മൊഴി ചൊല്ലിയത്. എന്റെ കുട്ടി അത് മാത്രം ഒന്ന് ചിന്തിക്ക്. ഹലോ, പേടിക്കണ്ട ആദ്യ, നീ തന്നെയാണ്. നിന്നെ വേണ്ടാത്തേ നിന്നെ മൊഴി ചൊല്ലിയേ നിന്റെ മുൻ ഭർത്താവിനെ ആലോചിച്ച് കരയാണ്. ഈ ഭ്രാന്തില്ലാത്തേ, എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാണ്ട് അയാളെ ഉമ്മാന്റെ വാക്ക് കേട്ടിട്ടല്ലേ അയാള് നിന്നെ മൊഴി ചൊല്ലിയത്. അയാളെ കാല് കുടിച്ചില്ല ആദ്യേ, ഈ മൊഴി ചൊല്ലല്ലേന്ന് പറഞ്ഞിട്ട്, ഒഴിവാക്കല്ലേന്ന് പറഞ്ഞിട്ട്. അയാളൊരു വാക്ക് പോലും കേട്ടില്ലല്ലോ. പുറംകാലോട് തട്ടിയെറിഞ്ഞില്ല ആദ്യം എന്നെ. കോടതി വരാൻ തന്നെ എല്ലാം കഴിഞ്ഞിട്ടും അന്നൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ പോയ അയാൾക്ക് വേണ്ടിയിട്ടാണ് ആദ്യം ഈ കാത്തിരിക്കണത്. ഒരുപാട് പ്രാവശ്യം വിളിച്ചില്ലേ, ഈ ഒരു ശല്യാന്ന് പറഞ്ഞില്ലേ, അവന്റെ ഉമ്മാനെ മാത്രം മതി അവനക്കെന്ന് പറഞ്ഞില്ലേ. അങ്ങനത്തെ ഒരു ഭർത്താവിനെ, മൊഴി ചൊല്ലിയ ഭർത്താവിന് ഏതെങ്കിലും ഒരു പെണ്ണ് കാത്തിരിക്കോ? അപ്പൊ വിട്ടിയല്ല ആദ്യേ. ഈ എന്റെ പെരക്കാരെ ഇഞ്ഞു കണ്ണീര് കുടിപ്പിക്കണേനെ ഒരു പരിധിയില്ല ആദ്യേ. സ്വയം വൃത്തിയായി ജീവിക്കണേലും നല്ലതേ എന്റെ വീട്ടുകാർ പറഞ്ഞത് കേൾക്കുകയെ. പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരുപാട് കണ്ടിട്ടും കേട്ടിട്ടും ആകെ തലക്ക് ഭ്രാന്ത് കയറി. എവിടൊക്കെ മനസ്സിന് ഇന്നല്ലെങ്കിൽ നാളെ ഇക്കനെ തേടി വരുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. ഇന്നിപ്പോ അതുമില്ലാതെ എന്നോട് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി അയാൾക്ക് വേണ്ടിട്ട് ഒരിക്കലും ഈ അതിന്റെ കണ്ണ് നിറയൂല. എന്റെ അവക്കും വേണ്ടിട്ട്, എന്റെ വീട്ടുകാർക്കും വേണ്ടിട്ട് എനിക്ക് കല്യാണത്തിന് സമ്മതിച്ചേ പറ്റും. എന്നെ വേണ്ടാത്ത ഒരാളെ ഞാൻ കാത്തിരിക്കണേ ഒരാൾക്കില്ല. ആശോ, ആദ്യം സമ്മതിച്ചാ മതിയായിരുന്നില്ല കല്യാണത്തിന്. കേട്ടോടത്തോളെ നല്ല കൂട്ടക്കാരാണെന്നാണ് പറഞ്ഞത്. ചിലപ്പോ നമ്മൾ ആദ്യം മോളെ നല്ലൊരു ഭാഗ്യം തന്നെ ആ കല്യാണം. എന്റെ കുട്ടി സമ്മതിച്ചാ മതിയായിരുന്നില്ലേ. ഇക്കൊന്നും അറിയില്ലമ്മ. വലികാക്കം കണ്ടേ വൈകുന്നേരം ആവുമ്പോ വരാന്ന് പറഞ്ഞിരുന്നു. ഇമ്മ മൂത്താപ്പാനോട് പറഞ്ഞാളെ ഇക്ക് കല്യാണത്തിന് സമ്മതാന്നുള്ളത്. മൂത്താപ്പാനോടെ ആരോട് വിളിച്ച് പറയാൻ പറഞ്ഞാളെ. അൽഹംദുലില്ലാ. പിന്നല്ലമ്മ, പെണ്ണ് കാണലൊന്നും വേണ്ട, നിങ്ങളെല്ലാരും കൂടി തീരുമാനിച്ച് ഉറപ്പിച്ചാ മതി. പ്രത്യേകിച്ച് പെണ്ണ് കാണലും ചക്കര കാണലും അതൊന്നും വേണ്ട. പിന്നെ ഉമ്മനല്ലേ പറഞ്ഞത് അവർക്ക് എന്നെ കുറിച്ച് കണ്ട് എല്ലാ കാര്യങ്ങളും അറിയാന്നുള്ളത്. ആദി മൂത്താപ്പ പറഞ്ഞതേ ആ പയ്യനെ എന്നെ കണ്ടിക്കണേന്നാണ്. ഈ കമ്പ്യൂട്ടർ ക്ലാസ്സിനെ പോകുമ്പോഴൊക്കെ ചിലപ്പോ വൈക്കുന്നെങ്ങാനും കണ്ടിട്ടുണ്ടാവും. അല്ലാതെ ഇപ്പൊ അവര് പറയില്ലല്ലോ ആദ്യം തന്നെ എന്നെ ഇഷ്ടപ്പെട്ടിക്കണ്. ചിലപ്പോ നമ്മളെ കൊടുത്ത പറ്റി അന്വേഷിച്ചിട്ടുണ്ടാവും. അല്ലാതെ എന്റെ മുന്നത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. എന്നാ പിന്നെ പെണ്ണ് കാണലിന്റെ ആവശ്യമില്ലല്ലോ. ആവോ അർച്ചനെ കാത്തിച്ച്. എന്റെ കുട്ടി സമ്മതിച്ചല്ല, അള്ളാക്ക് വിളിച്ചോ.
ഉം.